നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അല്ല, നീ എങ്ങനെ ഇതിന്റെ അകത്തേക്ക് വന്നു? ഡ്യൂഡ് ചിൽ. നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഓ, നീയായിരുന്നോ? അല്ല, എന്താ ഇതൊക്കെ? എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഹലോ കൂൾ ഡ്യൂഡ്, നീ ഒന്ന് ചില്ലാവ്. ഞാനൊന്നും നിന്നെ ഫോളോ ചെയ്യുന്നില്ല, മനസ്സിലായോ? ഇന്നലെ നീ എന്റെ ബോസിനായിട്ട് ഇടിക്കുമ്പോ ഒരു വിസിലടിച്ചില്ലേ, അതോടെ പോയി. എന്റെ ജോലി തെറിച്ചു. ബോസിനെ അടിക്കണമെന്ന് പിന്നെ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ. നിന്നെ പോലെ ആർക്ക് ചെയ്യാൻ കഴിയും? അടിപൊളിയായി, വലിയ ഫാനായി. പോണെങ്കി പോട്ടെ ആ പുല്ല് ജോബ്. ഇത് പറയാനാ നീ ഇത്രയും ദൂരം വന്ന്? നോക്കി, എനിക്ക് ഇതിലൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. നിനക്ക് ഇവിടുന്ന് പോവാം. ഒരുപാട് ബിൽഡപ്പ് അടിക്കല്ലേ. നിനക്ക് അത്രയും വലിയ സീനൊന്നുമില്ല, ജസ്റ്റ് അബവ് ആവറേജ്. പിന്നെ ഒട്ടും എന്റെ ടൈപ്പും അല്ല. ഇല്ലല്ലോ, എന്നാ ചെല്ല്. ഇപ്പൊ തനിക്ക് എന്താ വേണ്ടേ? സിമ്പിൾ. നീ അടിച്ചതുകൊണ്ടല്ലേ എന്റെ ജോബ് തെറിച്ചത്. സോ ഇന്ന് മുതൽ എനിക്ക് ജോബ് കിട്ടുന്നവരെ എന്റെ റെസ്പോൺസിബിലിറ്റി നിന്റേത്. ശരി മതി, നീ ഇവിടുന്ന് പോ. അതെന്താണെങ്കിലും പുറത്തു പോയി നോക്കാം. പോ പോ. ശരി, ഫൈനലായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. മുമ്പൊക്കെ വാ തുറന്ന് ഒരു വാക്ക് പോലും പറയില്ല. ഇന്നെന്താന്ന് വെച്ചാ ഒരു കോബ്രയെ പോലെയാണല്ലോ. അതാണോ ആക്ടിങ് അതോ ഇതാണോ ആക്ടിങ്? ഇത് ആക്ടിങ് ആണെന്ന് തോന്നുന്നില്ല. എന്തായാലും ഈ ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്. ഒരു പെണ്ണ് പോലും വീഴാതിരിക്കില്ല. What do you think? ഇംപ്രസർ. നമ്മുടെ മിഷൻ കറക്റ്റായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ടോ? I expected, sir. Everything is going according to the plan, sir. സോ ഇതുവരെ അവന്റെ പ്രോഗ്രസ് ഹയർ അതോറിറ്റിക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. Yes, sir. ഗുഡ് ജോബ്. ഏയ് വാ, എങ്ങോട്ട്? ഞാൻ നിനക്ക് പ്രോപ്പർ ഹൈദരാബാദി ഫുഡ് വാങ്ങിച്ചു തരാം. ചേടാ, ഒരുപാട് ട്രൈ ചെയ്താ ഞാൻ ഒരു ടേബിൾ ബുക്ക് ചെയ്തത്. ഇപ്പൊ പോയില്ലെങ്കിൽ എനിക്ക് നാണക്കേടാ. നീ എന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിന്റെ കേസ് മുഴുവൻ സ്റ്റഡി ചെയ്തു. നീ നിന്റെ ജീവനെക്കാളും സ്നേഹിക്കുന്ന ഒരാൾ നിന്റെ ലൈഫിലുണ്ട്. ആര്? ആ, അത്ര എളുപ്പത്തിൽ പറയില്ല. എന്റെ കൂടെ പായ കഴിക്കാൻ വാ, അവിടെ വെച്ച് പറയാം. വേണോ? ഇഷ്ടമുള്ളതുപോലെ കഴിക്കണം, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണം. മറ്റുള്ളവരുടെ ആഗ്രഹത്തിന് നമ്മൾ ജീവിച്ചാലേ ലൈഫില് ഈ എല്ല് പോലും ബാക്കി ഉണ്ടാവില്ല. എന്തുപറ്റി? സിദ്ധുല്ലേ അവിടെ ഇരിക്കുന്നത്? നമുക്ക് ആ വഴി പോകാം. അവനെ കണ്ടെതിരെ പേടിക്കുന്നേ. ഈ ഫിലോസഫി എനിക്ക് അറിയണ്ട. സൈക്കോളജിയെ കുറിച്ച് പറയാന്ന് പറഞ്ഞില്ലേ, അത് പറയും. ഷടാ, നിന്റെ കൂടെ പായ കഴിക്കാൻ വേണ്ടി ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാന്ന് വിചാരിച്ചാ പോരെ. എനിക്ക് സമയമില്ല, ഞാൻ പോവാ. സിദ്ധു, ഞാൻ ഇപ്പഴാ കള്ളം പറഞ്ഞ. ഇങ്ങി വാ, സത്യം എന്താന്ന് പറയാം. ഇവളെന്താ ഇവന്റെ കൂടെ? വേണ്ട വേണ്ട, വെറുതെ ആവശ്യമില്ല അവന്റെ അടുത്ത് അടി മേടിക്കേണ്ട വല്ല കാര്യമുണ്ട്. നീ വാ, പോക്കല്ലേ. നീ എന്താടി അവന്റെ കൂടെ കറങ്ങുന്നേ? അവന് തന്റെ ജോലി പോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ റൊമാൻസ് എങ്ങനെ ചെയ്യാനാ? ഓഹോ, നീ ഇതുവരെ അത്രയും ദൂരം പോയി കാണില്ലെന്ന് തോന്നുന്നു. നിന്റേത് ലാസ്റ്റ്, എന്റേത് ലവ്. വി ഓൾറെഡി ഹാഡ് ഗ്രേറ്റ് റൊമാൻസ്. അതുകൊണ്ടാ അവനെ ഞാൻ ഇപ്പോഴും ക്രേസി ആയിട്ട് ലവ് ചെയ്യുന്നത്. റിയലി? താരാ, വാ പോവാം.
സോറി സിദ്ധു, അവള് നിന്നെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടപ്പോ ഐ ജസ്റ്റ് ലോസ്റ്റ് ഇറ്റ്. ഇറ്റ്സ് ഓക്കെ. സോറി സിദ്ധു, ഞാനത് ഒരു ബാഡ് ഇന്റൻഷനും ചെയ്തതല്ല. നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. അനോ, ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ ചെയ്യണം. ഇതൊന്നും വേണ്ട താര, നീയായിട്ട് അടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എന്നെ വിട്ട് അകന്നു പോവാണ്. എന്താ പറഞ്ഞ? ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും. മതി. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നീ അടുത്ത ലെവലിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നൽകിയിരിക്കുന്ന ക്ലൂ വെച്ച് നീ നിന്റെ ടാർഗറ്റിനെയും ടാസ്കിനെയും ഐഡന്റിഫൈ ചെയ്യണം. യഥാർത്ഥ ബലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബലം കൃത്യമായ സമയത്ത് പ്രയോജനപ്പെടുത്തുന്നതാണ്. നിനക്ക് 10 മിനിറ്റ് അതിനുള്ളിൽ ഈ ഗെയിം കളിക്കണം. ഐ ലൈക്ക് യുവർ ഗ്രീൻ ടീഷർട്ട്. Alright, calm down. Me? So you ready, bro? Ready for what? The main event. നീയും ഞാനും. I think you ready, bro. Show me what you got. ഇവനാണ് എന്റെ ടാർഗറ്റ്. ഇവൻ എന്തിനാ എന്നെ ചൊറിയാൻ നിൽക്കുന്ന? ഓയ്, ഏയ്, stop it. എല്ലാരും നടങ്ങ, അവൻ റെഡിയാണ്. If you want to be the best, go beat the best. I don't want to be the best. ഇനി അത് നടക്കാൻ പോകുന്നില്ല. ഇവർക്കൊക്കെ വേണ്ടത് നമ്മൾ കൊടുത്തേ മതിയാകും. Let's go. You guys ready? You guys ready? കൺഫേം ഇവനാണ് എന്റെ ടാർഗറ്റ്. പക്ഷേ ടാസ്ക് ഇവൻ അടിക്കുന്നതാണോ അതോ ഡിഫെൻഡ് ചെയ്യുന്നതാണോ? क्या रे भाग रहा? डर गया क्या? യുദ്ധത്തിൽ പോരാടി മരിക്കുന്നവനെ വീരൻ എന്നാണ് വിളിക്കുക. യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നവനെ ഭീരു എന്ന് വിളിക്കും. നീ ആരാണ്? अरे मामा ये तो नामर्द निकला. കൊന്നത്തെങ്ങ് പോലെ കുറച്ച് പൊക്കമുണ്ടെന്നേ ഉള്ളൂ. I am definitely not a loser. ഒരു പോരാളി യുദ്ധം ചെയ്യുന്നത് അതിൽ നിന്നും പഠിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ യുദ്ധം ചെയ്യാനല്ല. റെഡ് എന്നാൽ അടിക്കണം, ഗ്രീൻ എന്നാൽ അടി വാങ്ങണം. റെഡോ ഗ്രീനോ, റെഡോ അതൊക്കെ എന്റെ വോയിസ് വെച്ച് കണ്ടുപിടിക്കുക. ഐ ലൈക്ക് യുവർ ഗ്രീൻ ടീഷർട്ട്. യെസ്, ഗ്രീൻ. ഇനിയും 3 minutes. 3 minutes ഞാൻ അടി വാങ്ങണം.
69 seconds. ഒരു ബീരുവിന്റെ ചോര. ഇതിലൊരു പകയുമല്ല, ഒന്നുമില്ല. ഒരു വെറി പോലും തോന്നില്ലടാ നിനക്ക്. 10 seconds. Son of. ചെറുപ്പം തൊട്ട് കേൾക്കുന്ന അതേ വാക്കുകൾ. ടാസ്കിൽ തോറ്റുപോയി സർ. വാട്ട് ഷാൽ വി ഡു നെക്സ്റ്റ്? സിദ്ധു, എന്താ സിദ്ധു ഇതൊക്കെ? ഒന്ന് മിസ്സായാൽ മരിച്ചു പോയനെ. നിന്നെ കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. ഞാൻ പറയുന്ന കേക്ക് സിദ്ധു. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. Hey, come on, go. Go fast. Come slow, man. നിനക്കകത്ത് വേറൊരു മനുഷ്യനുണ്ടെന്നാ ഞാൻ വിചാരിച്ച. പക്ഷെ അത് രാക്ഷസനാ. എന്തിനാ അവനെ അങ്ങനെ അടിച്ച? പറ. He called me son of a. വാട്ട്? അവനാ ഒരു ചെറിയ വാക്ക് പറഞ്ഞുകൊണ്ട് നീ അവനെ അടിക്കോ? അതൊരു ചെറിയ വാക്കാ? അതൊരു ചെറിയ വാക്കാ? Shit. Sorry. ദേഷ്യത്തിലും